സ്കോട്ട്ലൻഡിലുള്ള എഡിൻബ്ര സിറ്റിയിൽ ചെന്നപ്പോഴാണ് ബ്രാ ഇടാതെ പാവാട മാത്രം ഇട്ട് കിടക്കുന്ന ഈ ചേട്ടന്മാരെ കണ്ടത് കേട്ടോ. ഈ കുഴിലൊത്ത് ചേട്ടന്മാർ എഡിൻബ്ര സിറ്റിയുടെ പല ഭാഗങ്ങളിൽ നിന്ന് തെക്ക് വിടക്ക് നിന്ന് ഈ പൈപ്പുള്ള ബാഗുകളിൽ ഇത് വെച്ച് ഇങ്ങനെ ഊതിക്കൊണ്ടേയിരിക്കും. എന്തൊക്കെയായാലും ഈ പാവാടക്കാരെ കണ്ടപ്പോൾ ഒരു കൗതുകം, പിന്നെ ഒന്നും നോക്കിയില്ല. തൊട്ടടുത്ത ഒരു കടയിൽ കയറി ഇങ്ങനത്തെ ഒരു സ്കോട്ടിഷ് സ്കേർട്ട് അല്ലെങ്കിൽ ഒരു കിൽറ്റ് ഉണ്ടോ എന്ന് അന്വേഷിച്ചു. പിന്നെയാണ് മക്കളെ ആ തുണിയെടുക്കാത്ത സത്യം ഞാൻ മനസ്സിലാക്കിയത്. ഇതിന് 45 പൗണ്ടാണ് പോലും ഇവരുടെ ഹെറിറ്റേജിൻ്റെ പൈസ. ഞാൻ പിന്നെ അടുത്തുള്ള ഒരു ചാരിറ്റി ഷോപ്പിൽ കയറിയിട്ട് ഈ 50,000 രൂപയുടെ പാവാട മേടിക്കാതെ വെറും 5,000 രൂപയ്ക്ക് ഒരു സാധാ പാവാടയും വാങ്ങി അങ്ങോട്ട് ഇറങ്ങി. എൻ്റെ പൊന്നു മക്കളെ ഒന്നും പറയണ്ട കേട്ടോ. ഈ കമ്പിളി പോലത്തെ പാവാട ഇട്ട് കഴിഞ്ഞാൽ ഒരുമാതിരി ചൊറിഞ്ഞ് പണ്ടാറടങ്ങും. പിന്നെ ഈ പാൻറ്റൊക്കെ വലിച്ചു കെട്ടുന്ന സമയത്ത് എൻ്റെ ബെൽറ്റ് എവിടെയോ പോയി. പിന്നെ ഒന്നും നോക്കിയില്ല, ബെൽറ്റ് തപ്പി നടന്ന് കിട്ടാത്ത പക്ഷം നമ്മൾ വിചാരിച്ചു എന്നാൽ പിന്നെ വയറങ്ങോട്ട് വീർപ്പിച്ചേക്കാന്ന്. അതല്ല കേട്ടോ, നമ്മളിവിടെ ഒരു സ്കോട്ടിഷ് ബട്ടർ സ്കോച്ച് ബിയറാണ് വാങ്ങിക്കുന്നത്. ഇത് നല്ല രസമുണ്ടായിരുന്നു, മധുരമുള്ള ബിയർ. പെൺപിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടും. ബിയർ മാത്രം പോരല്ലോ, ടച്ചിങ്സ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ കഴിക്കണമല്ലോ. പിന്നെ നമ്മൾ വേണ്ട ഈ പുൾഡ് പോർക്കാണ് കഴിച്ചത്. കൂട്ടത്തിൽ ഹറാമിയായി മീനുട്ടി ഞങ്ങളെ ഓടിച്ചെങ്കിലും പക്ഷെ ഇത് സംഭവം നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ആ സ്കിന്നൊക്കെ ഇങ്ങനെ കടിച്ച് തിന്നുന്നത്തേക്കും ഒരു രക്ഷയില്ലായിരുന്നു. ബിയർ മാത്രമല്ല, നമ്മൾ അവിടെ നിന്ന് കുറച്ച് സ്കോട്ടിഷ് വിസ്കിയും ട്രൈ ചെയ്തായിരുന്നു. എന്നെ ഒരു വില ഈ പണ്ടാരത്തിനൊക്കെ. ഓരോ തുള്ളിയും അലുമിനിയമാണ്, അത് പാഴാക്കരുത്. അപ്പം ശരി, ഇറ്റ്സ് മീ സാൻഡി ബാൻഡി. ബൈ.